ചെർപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടറുടെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഉചിത നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ബിനു തോമസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഉചിത നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. ഇക്കഴിഞ്ഞ നവംബർ 15-നാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ ബിനു തോമസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്ത് റിപ്പോർട്ടിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ 4, 5, 6 പേജുകളിൽ നിലവിൽ വടകര ഡിവൈഎസ്പി ആയിരിക്കുന്ന ഉമേഷിനെതിരെ ഗുരുതര ആരോപണം വിശദീകരിക്കുന്നു. ഡിവൈഎസ്പിക്ക് എതിരെയുള്ള മരണപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ ആരോപണം സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണണം, വസ്തുതകളിൽ നീതിപൂർവം അന്വേഷണം വേണം, കുറിപ്പിലെ വെളിപ്പെടുത്തലിൽ കൃത്യമായ അന്വേഷണവും നടപടികളും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യമായ അന്വേഷണം നടക്കുന്നില്ല. പോലീസിലെ മേലധികാരിക്കെതിരെയുള്ള ആരോപണം പോലീസ് സംഘം അന്വേഷിക്കുന്നതിനേക്കാൾ ഗുരുതര ആരോപണമുള്ളതിനാൽ ബിനു തോമസിന്റെ മരണം സിബിഐയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെടുന്നത്. 2014 പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ വടക്കഞ്ചേരിയിൽ അറസ്റ്റിലായ യുവതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാനെന്ന് വാഗ്ദാനം നൽകി ഉമേഷിനെ കാറിൽ അന്ന് യുവതിയുടെ വീട്ടിലെത്തിച്ചത് കീഴുദ്യോഗസ്ഥനായ ബിനു തോമസ് ആയിരുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.